അപ്പൊ കുഞ്ഞു മക്കളുടെ എക്സാംസ് ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണല്ലേ. നമ്മുടെ ഓണ എക്സാം ഒക്കെ അടുത്തടുത്ത് വരികയാണ്. സോ കുറേ മക്കൾക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും എക്സാമിന്റെ പാറ്റേൺ അല്ലെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, അതിനെങ്ങനെയൊക്കെ ആയിരിക്കും ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ കുറേ മക്കൾ ഡൗട്ട് അടിച്ചിരിക്കുകയായിരിക്കും അല്ലെ. സോ ഇന്നത്തെ വീഡിയോയില് മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ്സിന്റെ കുട്ടികൾക്ക് എക്സാമിന് വരണ്ടാവുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ. സോ മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങൾക്ക് അഭി മിസ് എന്ന് വിളിക്കാം. ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വിവരിക്കുക. അതായത് മിസ്സിന്റെ കുട്ടികളോട് ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, വിവരിക്കണം. അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലെ. സോ ഓൾ ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ 1 2 3 4 കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, പട്ടം പറത്തുന്നുണ്ട്. ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ്. അപ്പൊ നമ്മൾ ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചതാണല്ലേ. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേർഡ്, ഒരു ബിഗ് ബേർഡ് ആകാശത്ത് പറക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കുട്ടികൾ ഇവിടെ നിന്ന് പട്ടം പറത്തി കളിക്കുന്നുണ്ട്. ഈ മരത്തിന്റെ അടിയിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു ഡോഗ് ഉണ്ടല്ലേ. ആ ഡോഗ് ഇവര് ഈ പട്ടം പറത്തുന്നൊക്കെ നോക്കി കിടക്കുകയാണ്. ആൻഡ് കുറെ മരങ്ങളെ നമുക്ക് ഈ പിക്ചറിൽ കാണാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ഇതുപോലെ ഒരു പിക്ചർ തരും. എന്നിട്ട് നമ്മളോട് അത് വിവരിക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ് ഈസ് എ ഡാഷ്. ഇതെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആൻസേഴ്സിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ ഫില്ല് ചെയ്യണം. ഈ ഫില്ലിന്റെ ബ്ലാങ്ക്സ് നമ്മൾ കറക്റ്റ് ആക്കണം. അങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കി കഴിയുമ്പോഴേക്കും ഈ ഒരു പിക്ചറിന്റെ ഡിസ്ക്രിപ്ഷനായി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് എ ഡാഷ്. എന്താണ് ഇത്? ഫ്ലൈയിങ് കൈറ്റ്സ് ആണോ, അതോ വാച്ചിങ് ആണോ ഇവിടെ വരേണ്ടത്, അതോ ട്രീ ആണോ ഇവിടെ വരേണ്ടത്, അതോ ബേർഡ് ആണോ ഇവിടെ വരേണ്ടത്, അതോ പ്ലേ ഗ്രൗണ്ട് ആണോ? നമുക്കറിയാം അല്ലെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട് എന്നല്ലേ ഇതിന്റെ ആൻസർ. അപ്പൊ ഇതില് ഫസ്റ്റ് ആൻസർ ചെയ്താടാ, ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ PLAYGROUND. ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്. ഇതൊരു പ്ലേ ഗ്രൗണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു അല്ലെ. പിന്നെ ഇവിടെ എന്തോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താ? A big dash is flying in the sky. A big dash is flying in the sky. ആകാശത്തില് വലിയ എന്തോ ഒന്ന് പറക്കുന്നുണ്ട് അല്ലേ. അതെന്താ? ഈ ബോക്സിൽ നോക്കിക്കേ. ഫ്ലൈയിങ് കൈറ്റ്സ് ആണോ, ട്രീ ആണോ, ബേർഡ് ആണോ, വാച്ചിങ് ആണോ? നമുക്കറിയാം ആകാശത്തിൽ ഒരു വലിയ പക്ഷി പറക്കുന്നില്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ ഇവിടെ? എ ബിഗ് ബേർഡ് അല്ലെ. എ ബിഗ് ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഒരു വലിയ പക്ഷി ആകാശത്ത് പറക്കുന്നു. അടുത്ത നോക്കിക്കേടാ. ചിൽഡ്രൻ ആർ ഡാഷ്. കുട്ടികൾ എന്ത് ചെയ്യാണ്? കുട്ടികൾ ഇവിടെ പട്ടം പറത്തല്ലേ. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ഈ ബോക്സിൽ എന്താ ഉള്ളത്? ഫ്ലൈയിങ് കൈറ്റ്സ് ഉണ്ട് അല്ലെ. സോ നമുക്ക് ഇവിടെ എഴുതാം ചിൽഡ്രൻ ആർ FLYING ഫ്ലൈയിങ് കൈറ്റ്സ്. കുട്ടികൾ എന്ത് ചെയ്യാണ്? പട്ടം പറത്താണ്. Children are flying kites. അടുത്തെന്താ? ബ്രൂണോ ഈസ് ലൈയിങ് അണ്ടർ ദ ഡാഷ്. ഇവിടെ നമ്മുടെ ബ്രൂണോ ഉണ്ടല്ലേ. നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്ററിൽ നമ്മുടെ ബ്രൂണോ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ബ്രൂണോ എന്ത് ചെയ്യാണ്? മരത്തിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ബ്രൂണോ ഈസ് ലൈയിങ് അണ്ടർ ദ ട്രീ അല്ലേ. മരത്തിന്റെ അടിയിലാണ്, അണ്ടർ ദ ട്രീ. അടുത്ത് നോക്കിക്കേ. ഹി ഈസ് ഡാഷ് ദ കൈറ്റ്സ്. നമ്മുടെ ബ്രൂണോ എന്ത് ചെയ്യാണ്? കൈറ്റ്സ് ഇങ്ങനെ പട്ടങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ബോക്സിൽ നിന്ന് എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റുക? ഇനി മിച്ചുള്ളത് എന്താണ്? ഹി ഈസ് വാച്ചിങ്. വാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഹി ഈസ് WATCHING. He is watching the kites. നമ്മുടെ ബ്രൂണോ എന്ത് ചെയ്യാണ്? പട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കൈറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. ഇത് വിവരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതിൽ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ആൻസേഴ്സ് നമുക്ക് ബോക്സിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇതാ കംപ്ലീറ്റ് ചെയ്ത് എഴുതി. എന്താണ്? ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട്, എ ബിഗ് ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ചിൽഡ്രൻ ആർ ഫ്ലൈയിങ് കൈറ്റ്സ്, ബ്രൂണോ ഈസ് ലൈയിങ് അണ്ടർ ദ ട്രീ, ഹി ഈസ് വാച്ചിങ് ദ കൈറ്റ്സ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. ഒരു വലിയ പക്ഷി ആകാശത്തൂടെ പറക്കുന്നുണ്ട് അല്ലെ. കുട്ടികളൊക്കെ ഇതാ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രൂണോ ഒരു മരത്തിന്റെ അടിയിൽ കിടപ്പുണ്ട്. ബ്രൂണോ പട്ടം പറത്തുന്നതൊക്കെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി നമ്മൾ ആ ഒരു പിക്ചർ അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്ന്? നമ്മൾ പഠിച്ച ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമുക്ക് എക്സാമിന് വരണ്ടാവുക. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സിന്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.